ഈ കല്യാണത്തിന് മോൾക്ക് താല്പര്യമില്ലാന്ന് അച്ഛന് നേരത്തെ തോന്നിയിരുന്നു. എന്നിട്ടും അവർ പഠിക്കാൻ വിടാന്ന് പറഞ്ഞപ്പോ അത് മതിയെന്ന് മോള് പറഞ്ഞതുകൊണ്ടാ അച്ഛൻ പിന്നൊന്നും പറയാതിരുന്നത്. മാളു, മാളു, മോളെ, മോളെ, മോളെ. എന്താ മാളു, എന്താ എന്റെ മോൾക്ക് പറ്റിയത്? എന്ത്? നീ എന്തിനാ കരഞ്ഞത്? കരയാനോ? ഞാനോ? എന്തിന്? ദേ നോക്ക്, അച്ഛന്റെ പൊന്നുമോള് കള്ളം പറഞ്ഞാലേ അച്ഛനത് പെട്ടെന്ന് മനസ്സിലാവും. അച്ഛാ, മോളുടെ സങ്കടം അച്ഛന് മനസ്സിലായി.
അച്ഛ, അത് ഞാൻ ഒരിക്കലും. ഏയ്, അറിയാം മോളെ, ഈ കല്യാണത്തിന് മോൾക്ക് താല്പര്യമില്ലാന്ന് അച്ഛന് നേരത്തെ തോന്നിയിരുന്നു. എന്നിട്ടും അവർ പഠിക്കാൻ വിടാന്ന് പറഞ്ഞപ്പോ അത് മതിയെന്ന് മോള് പറഞ്ഞതുകൊണ്ടാ അച്ഛൻ പിന്നൊന്നും പറയാതിരുന്നത്. എന്റെ മോൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഈ കല്യാണം നമുക്ക് വേണ്ട മോളെ. മോളുടെ കണ്ണു നിറയുന്നൊന്നും അച്ഛൻ ചെയ്യില്ല. എന്റെ മോള് ധൈര്യമായിട്ടിരിക്കേ. മോൾക്ക് ഇഷ്ടമുള്ളപ്പോ ഇഷ്ടമുള്ള ഒരാളെ കണ്ടെത്തി മാത്രമേ എന്റെ മോളുടെ കല്യാണം അച്ഛൻ നടത്തൂ. പോരെ? എന്റെ മോൾക്ക് വേണ്ടി പോരാടാൻ ഈ അച്ഛനുണ്ട്. ആ പോരാട്ടം നിന്റെ അമ്മയോടാണെങ്കിലും ഇനി കുമാറിന്റെ വീട്ടുകാരോടാണെങ്കിലും അച്ഛനൊരു പ്രശ്നമല്ല. ഇതൊന്നും ഓർത്ത് അച്ഛന്റെ പൊന്നുകൂടി വിഷമിക്കണ്ട. അച്ഛ, ഏതോ തെരുവില് വളരേണ്ടിയിരുന്ന എന്നെ സ്വന്തം മോളാക്കിയതിന്, ഇത്രയും സ്നേഹിച്ച് വളർത്തിയതിന് ഞാൻ എന്ത് പകരം തന്നാ മതിയാവെന്ന് എനിക്കറിയില്ല. ഇതാണ് എന്റെ കുടുംബം. നിങ്ങളൊക്കെയാണ് എന്റെ ലോകം. മാളുവിനൊരു ഭാഗ്യം ഉണ്ടായ അത് മേഘയുടെ മണിക്കുട്ടനെയും കൂടെ ഭാഗ്യവാ. അത് മറക്കരുത്. അമ്മ പറഞ്ഞതുപോലെ ഈ കുടുംബത്തെ കരകയറ്റാൻ ഈ കല്യാണം ഉപകാരപ്പെടുമെങ്കിൽ എനിക്കതിന് സന്തോഷമേ ഉള്ളൂ. അച്ഛാ, ഈ കല്യാണത്തിന് എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല. മാളു, നീ സത്യ അച്ഛാ ഞാൻ പറഞ്ഞത്. എനിക്ക് സമ്മതാ. അമ്മേ, ഇനി അവരെന്നെ പഠിക്കാൻ വിട്ടില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ കുടുംബത്തിന്റെ നല്ലതിനു വേണ്ടിയല്ലാതെ അമ്മ ഒരു തീരുമാനം എടുക്കില്ലെന്ന് എനിക്കറിയാം. ഈ കുടുംബം എന്ന് പറയുമ്പോ അതില് ഞാനും ഉണ്ടല്ലോ. കേട്ടല്ലോ, അവള് പറഞ്ഞത് കേട്ടല്ലോ. പക്ഷെ എനിക്ക് ചേട്ടന് ഇഷ്ടമായില്ല. ദേ മണിക്കുട്ട, ചെറിയ വലിയ വർത്താനൊന്നും വേണ്ട. പഠിക്കാനുള്ളത് കഴിഞ്ഞെങ്കിൽ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കിക്കേ. മഹാലക്ഷ്മി വന്ന് കയറാൻ പോന്ന് അപ്പോഴാ. പിന്നെന്തിനാ അച്ഛന്റെ മോള് കരഞ്ഞത്?